ക്ക് പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ടി.ജെ.എസ്. ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കർണാടകയിലെ മണിപ്പാലിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയാണ് അദ്ദേഹം. കെ.വി. ശ്രീധരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീധരൻ, ടി.ജെ.എസ്. വിടവാങ്ങിയിരിക്കുകയാണ്. എപ്പോഴായിരുന്നു അന്ത്യം? കൂടുതൽ വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് 4:30 കൂടിയാണ് മാധ്യമ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ പ്രധാനിയായിട്ടുള്ള ടി.ജെ.എസ്. ജോർജ് അന്തരിക്കുന്നത്. 97 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രായാധിക്യത്തെ തുടർന്നുള്ള അവശതകളെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും വളരെ ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു. 2011 രാജ്യം പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിരുന്നു. 2022 വരെ തുടർച്ചയായി ആ കോളം അദ്ദേഹം എഴുതി എന്നുള്ളത് ഒരു റെക്കോർഡാണ്. ഏതായാലും അതൊരു വല്ലാത്ത, അതായത് സാധാരണ സാധിക്കാത്ത ഇതാണ്. 97 മുതൽ 2022 വരെ, അതായത് 90-ാം വയസ്സിലും അദ്ദേഹം 90 വയസ്സ് പിന്നിട്ടിട്ടും അദ്ദേഹം ആ കോളം എഴുത്ത് തുടർന്നിരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും 2022 ജൂണിലാണ് ആ കോളം എഴുത്ത് നിർത്തിയത്. ഏതായാലും മുഖ്യമന്ത്രി പ്രമുഖരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ശ്രീധരൻ, ഈ സമയം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ശരിക്കും മാധ്യമപ്രവർത്തന മേഖലയിൽ എത്രത്തോളം വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും. മാറി വരുന്ന ഓരോ കാലത്തെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള ഓരോ വാർത്തകളുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ നിന്ന് മാറിയപ്പോൾ പോലും എല്ലാ കാര്യങ്ങളെയും കൃത്യതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഈ പല പുതുതലമുറ മാധ്യമ പ്രവർത്തകർക്കും വളരെ മാതൃകയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിർഭയ പത്രപ്രവർത്തനത്തിന്റെ മുഖം എന്നൊക്കെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം എന്ന് തോന്നുന്നു. 2022 അദ്ദേഹം ഈ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ കോളം എഴുത്ത് നിർത്തുന്നു എന്ന സമയത്ത് ബംഗളൂരുവിൽ നിന്ന് അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നൗ ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതേ തലക്കെട്ടിൽ തന്നെയാണ് അദ്ദേഹം അവസാന കോളം അച്ചടിച്ചതും. തുടർന്നും എഴുത്ത് തുടരാമെന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ കോളം അവസാനിപ്പിക്കുന്നത്. ഏതായാലും അന്ന് ഈ പുതുതലമുറ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വിശദമായി സംസാരിച്ചിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ വിശദമായിട്ടുള്ള ഇന്റർവ്യൂ അന്ന് മാതൃഭൂമിയിൽ വന്നതുമാണ്. ഈ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന കാലത്ത് 1997 തുടങ്ങിയതാണ് ആ കോളം. 25 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് അത് എഴുതാൻ സാധിച്ചു. ഒരു തവണ പോലും അത് മുടങ്ങിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. യാത്രയിൽ പോലും, അതായത് 24 മണിക്കൂർ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു അദ്ദേഹം ഏത് യാത്രയിലാണ്. ശരിക്കും ശ്രീധരൻ, അന്ന് സംസാരിച്ചപ്പോൾ ഈ മാറി വരുന്ന മാധ്യമകാലത്തെ കുറിച്ചൊക്കെ ഒരുപാടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അദ്ദേഹം? തീർച്ചയായിട്ടും മാറി വരുന്ന മാധ്യമകാലത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം സംസാരിച്ചിരുന്നു. അതായത് വലിയ മാറ്റം മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യം കുറഞ്ഞു, ഈ പഴയ കാലത്തെ ജേർണലിസം അല്ല ഇപ്പോഴത്തെ ജേർണലിസം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതായത് പലപ്പോഴും മാധ്യമങ്ങൾ ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു, ഈ അധികാരികളെ പേടിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ പോകുന്നു, നിർഭയമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഇല്ലാതാകുന്നു എന്നുള്ള ഒരു വലിയ ആശങ്കയൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ കാലത്ത് മതവും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും എല്ലാം മാധ്യമ പ്രവർത്തനത്തെ, വാർത്തകളെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വന്നു എന്നൊക്കെയുള്ള വലിയ ആശങ്ക അല്ലെങ്കിൽ വലിയ വിമർശനം അന്ന് ടി.ജെ.എസ്. ജോർജ് ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ കോളം നിർത്തിയപ്പോൾ പല ഭാഗത്തു നിന്നും, ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അദ്ദേഹത്തിന് എഴുത്തുകൾ അയച്ചിരുന്നു. എന്തിന് ഈ കോളം നിർത്തി എന്നൊക്കെ ചോദിച്ച് ഖേദം പ്രകടിപ്പിച്ചൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. സ്വതന്ത്ര ശബ്ദം നിന്നുപോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും അങ്ങനെ നിർഭയ പത്രപ്രവർത്തനത്തിന്റെ, മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ് ടി.ജെ.എസ്. ജോർജ്. അദ്ദേഹമാണ് ഇപ്പോൾ പേന താഴെ വെച്ചിരിക്കുന്നത്. ഏതായാലും മാധ്യമ മേഖലയെ സംബന്ധിച്ച് ഇന്ത്യൻ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.